ഹായ് ബിംബിലേക്ക് ബിലാപ്പീസ്, വെൽക്കം ടു കാൻഡിൽമാൻ റിവ്യൂസ്. അങ്ങനെ നമ്മൾ ഇന്ന് ബദ്ലയും കുടുംബമായിട്ട് കണ്ടു. നേരാ വന്ന് കയറിയുള്ളൂ കണ്ടിട്ട്. നമ്മുടെ ഗിരീഷ് ഷെഡി ഡയറക്ട് ചെയ്ത് നിവിൻ പോളിയും മമിത ബൈജും അഭിനയിച്ച ബദ്ലയും കുടുംബമായിട്ട്. ഗിരീഷ് ഷെഡിനെ നമുക്കറിയാം, ആള് പ്രേമലു അതുപോലെ തന്നെ മൃതങ്ങളൊക്കെ ഏത് റേഞ്ച് ആയിരുന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ ആ ഒരു റേഞ്ചിലേക്ക് ഈ ഒരു പടം എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാലും ഒരു മോശം പടമല്ല, നല്ലൊരു ഫീൽ ഗുഡ് പടമാണ്. എന്തായാലും ഫാമിലീസിന് ഈ ഒരു ഓണക്കാലത്ത് പോയിട്ട് കണ്ട് എൻജോയ് ചെയ്ത് വരാൻ പറ്റിയ നല്ലൊരു ഫാമിലി പടം, ഒരു ഫീൽ ഗുഡ് ഫാമിലി പടം, റൊമാൻറ്റിക് കോമഡി എന്ന് പറയാൻ അതല്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇതിൽ ഫസ്റ്റ് ഹാഫ് എനിക്ക് തീരെ വർക്കായില്ല. തീരെ അല്ല, കമ്പാരിറ്റീവ്ലി സെക്കൻഡ് ഹാഫിനെ അപേക്ഷിച്ച് ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്രയ്ക്ക് വർക്ക്ഔട്ട് ആയില്ല. കാരണം വേറൊന്നല്ല, എനിക്ക് അത്യാവശ്യം ലാഗൊക്കെ ഫീൽ ചെയ്തു ഫസ്റ്റ് ഹാഫിൽ. അതുപോലെ തന്നെ ഈ തമാശയ്ക്ക് വേണ്ടി കാട്ടിക്കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷെ അതൊന്നും തമാശയായിട്ട് മാറിയില്ല, ചിരിക്കാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ഹാഫിൽ. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തതാണ്, അതെല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ഞാൻ കണ്ട തിയേറ്ററിലും ഈ പറഞ്ഞ പോലെ ആൾക്കാരൊന്നും ഫസ്റ്റ് ഹാഫിൽ അത്രയ്ക്ക് എൻഗേജിംഗ് ആയിട്ട് തോന്നിയില്ല എനിക്ക്. അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ആരൊക്കെ ഒന്നും ചിരിക്കാനൊക്കെ നടന്നു. പക്ഷെ എന്നാലും ഒരു അത്യാവശ്യം കുറച്ച് ലാഗൊക്കെ നടന്നു. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് പടം ആ ലവ് ട്രാക്കിലേക്ക് കയറുന്നതോട് കൂടി പടം നൈസായി. പിന്നെ സെക്കൻഡ് ഹാഫിൽ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് അങ്ങോട്ട് ചിരിച്ചു പോകുന്ന ഒരു പിടി സീൻസുകളുണ്ട് സെക്കൻഡ് ഹാഫിൽ. എനിക്ക് പറഞ്ഞ റൈറ്റിങ് അത്ര നന്നായിട്ട് നടന്നിട്ടുള്ളത് സെക്കൻഡ് ഹാഫിലാണെന്ന് എനിക്ക് തോന്നി പേഴ്സണലി. ആ ലവ് ട്രാക്കിൽ കിടന്നതോടുകൂടി പടം വേറെ വൈബായി, നൈസായി, നല്ലൊരു ഫീൽ ഗുഡ്, നല്ലൊരു റൊമാൻറ്റിക്, നല്ലൊരു കോമഡി ഫീലിലേക്ക് പടം വന്നു. നല്ല എൻഗേജിങ് ആയിരുന്നു, ഒരു തരി പോലും ലാഗ് ചെയ്തില്ല. ക്ലൈമാക്സ് വരെ അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു പടം ഒരു എബോവ് ആവറേജിന് മേലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ലൊരു പടം, ഈ ഒരു വെക്കേഷനൊക്കെ പോയിട്ട് നമുക്ക് കണ്ട് എൻജോയ് ചെയ്ത് തരാൻ പറ്റിയ പടം. വേറെ ടെൻഷനോ കാര്യങ്ങളോ വെട്ടും കുത്തോ അങ്ങനെ സംഭവമൊന്നുമില്ല. നല്ലൊരു പടം. നിവിൻ പോളി നന്നായി ചെയ്തിട്ടുണ്ട്, അതുപോലെ മമിത ബൈജും രസമായി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സുരേഷ് കൃഷ്ണൻ, വിനയ് ഫോർട്ടുണ്ട്, ബിന്ദു പണിക്കരുണ്ട്, നമ്മുടെ ആദിക്കുട്ടനുണ്ട്, അതായത് നമ്മുടെ ഇതിലത്തെ പ്രേമലൂലെ ആദി, പിന്നെ നമ്മുടെ സംഗീത പ്രതാപുണ്ട്. അവരൊക്കെ നൈസായിട്ടുണ്ട്. എല്ലാവരും നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. നിവിൻ പോളി എനിക്ക് ആ ഒരു സർവമായത്തെ ആ ഒരു ഫ്രഷ്നെസ് ലുക്ക് കൊണ്ട് എനിക്ക് കിട്ടിയില്ല. സർവമായ ശരിക്കും പറഞ്ഞ ആളൊരു പഴയ ഒരു ലുക്കിലേക്ക് തിരിച്ചു വന്നായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഒരു ഇത്തിരിക്ക് ഒരു പൊടിക്ക് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് മൂപ്പരുടെ ഒരു ബോഡി ലാംഗ്വേജിന് ഈ ഒരു പടത്തിൽ. കുറച്ചുകൂടി ഒന്ന് വീണ്ടും വണ്ണം വെച്ചു എന്നൊരു ഡൗട്ട്. പക്ഷെ ആ ഒരു സർവമായത്തെ ആ ഒരു ലുക്ക് കൂടി കിട്ടാന്നുണ്ടെങ്കിൽ പടം വേറൊരു ലെവലാണ്. പടം വേറെ ലെവലല്ല, നമുക്ക് ആ ഒരു കുറച്ചുകൂടി ഇമ്പാക്ട് കിട്ടിയേനെ എന്ന് എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലി. പക്ഷെ എന്നിരുന്നാലും പടം നല്ല പടമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം പടം. ഫാമിലിയായിട്ട് പോയി കാണണം, ഫാമിലി കാണാനുള്ള പടമുണ്ട്. ഫസ്റ്റ് ഹാഫ് എനിക്ക് കുറച്ച് ലാഗൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫ് ഇടയ്ക്ക് പറഞ്ഞ പോയതറിഞ്ഞില്ല. അത്രയ്ക്ക് നല്ല എൻഗേജിംഗ് ആയിട്ട് പോയി സെക്കൻഡ് ഹാഫ്. ഓവറോള് ഒരു വട്ടം എന്തായാലും ഫാമിലി കൊണ്ടുപോയിട്ട് കാണാൻ പറ്റുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ പടം കാണാം. പടം കാണുന്നവര് ഇതിന് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തുടർന്നും വേണം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താല്പര്യമുള്ളവർ, ഇഷ്ടമുള്ളവർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിനെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി അടുത്ത പടം നമ്മുടെ ടോക്സിക്, തിരുവോണത്തിന്റെ അന്ന്. അപ്പൊ ടോക്സിക്കിന്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ്, കാൻഡിൽമാൻ റിവ്യൂസ്.